ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യയ്ക്ക് വിജയന്റെ കൈ പോയതിലും കണ്ണു പോയതിലും നല്ല സംശയം വരികയാണ്. അങ്ങനെ കാര്യത്തെക്കുറിച്ച് യതീന്ദ്രനോട് പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ആരെയോ ഉന്നം വെക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും അച്ഛാ എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ പോകുന്നത്. അങ്ങനെ റൂമിലെത്തിയ ശേഷം സൂര്യയുടെ മീശയൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് നന്ദിനി അവിടേക്ക് വരുന്നത്. അപ്പോൾ നന്ദിനിയെ കണ്ടതോടുകൂടി സൂര്യ പെട്ടെന്ന് ഇടത്തെ കൈയിലേക്ക് പിടിക്കുകയാണ്. വലത് കൈ ഇപ്പോഴും സുഖപ്പെട്ടിട്ടില്ല എന്നാണ് നന്ദിനിയുടെ മുന്നിൽ സൂര്യ അഭിനയിക്കുന്നത്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, എന്തു പറ്റി സാർ? അതോ ഞാൻ ഈ മീശയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതിയതാണ്, ചെറുതായിട്ടൊന്ന് വെട്ടാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ എൻ്റെ കൈക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്, പക്ഷേ എനിക്ക് ഇടത് കൈ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണം, അതിനെന്തിനാ സാറ് ബുദ്ധിമുട്ടുന്നത്, ഞാൻ ചെയ്തു തരാം. അയ്യോ അത് വേണ്ട നന്ദിനി, നിനക്കിതൊന്നും അറിയാത്തതാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. സാറിന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിട്ടാണോ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ പേടിക്കുന്നത്? ഇതൊരു ചെറിയ കാര്യമല്ല നന്ദിനി, മീശ എടുക്കുന്ന സമയത്തെ അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നല്ല വേദനയുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല സാറ് പേടിക്കണ്ട, ഞാൻ നല്ലതുപോലെ ക്ലീനാക്കി തരാം, ഞാനതൊക്കെ വെട്ടിത്തരാം എന്ന് പറഞ്ഞ് നന്ദിനി തന്നെ സൂര്യയുടെ മീശയും താടിയൊക്കെ ഒന്ന് ഒതുക്കി വെട്ടിക്കൊടുക്കുകയാണ്. സൂര്യക്ക് നന്ദിനി ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. അറിയാതെ എങ്ങാനും നന്ദിനിയുടെ കൈ ഒന്ന് തെറ്റിയാൽ എനിക്ക് പിന്നെ എൻ്റെ മീശയും താടിയും ഒക്കെ ആകെ വൃത്തികേടാവുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദിനി പറയണേ, സാറ് പേടിക്കാതിരിക്കെ, ഞാനിത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് നന്ദിനി വെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദിനി ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണം, ഇപ്പം ശരിയായി, നല്ല വൃത്തിയുണ്ട്. അപ്പം എനിക്കിതൊക്കെ അറിയാമല്ലേ എന്ന് പറയുമ്പോൾ, അതൊക്കെ എനിക്കറിയാം എന്ന് പറയണം. എന്നിട്ട് നന്ദിനി പറയണേ, സാറിൻ്റെ ഈ മീശയുണ്ടല്ലോ അതൊന്ന് മുകളിലേക്ക് കൊമ്പ മീശയാക്കി വെക്കുക എന്ന് പറയുമ്പോൾ, അതെന്തിനാ നന്ദിനി? അതെ, സാറിന് നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് സൂര്യ രണ്ട് കൈ കൊണ്ടും അതങ്ങ് തിരിക്കാൻ നോക്കുകയാണ് കേട്ടോ, മീശ കൊമ്പം മീശയാക്കാൻ വേണ്ടി നോക്കുകയാണ്. പെട്ടെന്നാണ് നന്ദിനിയുടെ മുന്നിൽ വെച്ച്, വലത് കൈ സുഖമില്ലാത്തതല്ലേ, ഇനിയിപ്പോൾ അതെങ്ങാനും പിടിച്ച് നന്ദിനിക്ക് മനസ്സിലാവും എന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് കൈയങ്ങ് താത്തുകയാണ്. എന്നിട്ട് ഇടത് കൈ കൊണ്ട് കൊമ്പൻ മീശ പോലെ ആക്കുമ്പോൾ, ഇപ്പം എങ്ങനെയുണ്ട് നന്ദിനി? ഇപ്പം സൂപ്പറായിട്ടുണ്ട് സാർ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് നന്ദിനിയും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് നന്ദിനി താഴേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഇന്ദ്രജയും വേദയും കൂടി നന്ദിനിയുടെ കൈ പൊള്ളിക്കാനുള്ള പ്ലാനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുകയാണ്. നന്ദിനി വരുന്നതിൻ്റെ മുന്നേ കിച്ചണിൽ പോയിട്ട് ഈ ഒരു ചെറിയ ബൗൾ ചൂടാക്കി വെക്കണം, എന്നിട്ട് അവൾ ഇതെടുത്ത് മാറ്റുന്ന സമയത്ത് അവളുടെ കൈ പൊള്ളണം എന്നുള്ള പ്ലാനോട് കൂടിയാണ് ഇന്ദ്രജയും വേദയും കൂടി ഒരു പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇന്ദ്രജ കിച്ചണിലേക്ക് ചെന്ന് ആ ഒരു ചെറിയ ബൗള് ഗ്യാസിൽ വെച്ച് ചൂടാക്കുകയാണ്. അത് നല്ലതുപോലെ ചൂടായി പതച്ച് കിടക്കുന്ന സമയത്ത് നന്ദിനി ഇതൊന്നും അറിയാതെ കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ദ്രജ അവിടെ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് ഇന്ദ്രജ ഒന്നും അറിയാത്ത ഭാവത്തിൽ, നന്ദിനി എനിക്കൊരു ചൂട് ചായ വേണം, നീ എനിക്കൊരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി ഇതൊന്നും അറിയാതെ, മേഡം ഞാനിതാ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗ്യാസ് ഓണാക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ ചെറിയ ഒരു പാത്രം അവിടെ ഇരിക്കുന്നത്, ഗ്യാസിലിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നന്ദിനി അത് ചൂടില്ല എന്ന് കരുതിയിട്ട് വലത് കൈ കൊണ്ട് തന്നെ ആ ബൗൾ എടുത്തങ്ങ് മാറ്റിയതോടുകൂടി നന്ദിനിയുടെ കൈ അങ്ങ് പൊള്ളുകയാണ്. അപ്പോൾ നന്ദിനി ചൂട് സഹിക്കാൻ കഴിയാതെ ആ ബൗൾ താഴേക്ക് അങ്ങ് എറിഞ്ഞു പോവുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങ് അലറുകയാണ്, അയ്യോ എൻ്റെ കൈ പൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വേദന എടുത്തുകൊണ്ട് നന്ദിനി അങ്ങ് കരയുകയാണ്. ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് സൂര്യ അവിടേക്ക് വരുന്നത്. എന്തു പറ്റി നന്ദിനി എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും ഇന്ദ്രജയും വേദയും രാജുവേട്ടനും പത്മയും യതീന്ദ്രനും ഒക്കെ വരികയാണ്. അപ്പോൾ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണം, എൻ്റെ കൈ പൊള്ളി സൂര്യ സാർ എന്ന് പറഞ്ഞപ്പോൾ ആ ബൗൾ അവിടെ കിടക്കുന്നത് സൂര്യയുടെ കണ്ണിൽ പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും രാജു അവിടേക്ക് വരികയാണ്. എന്നിട്ട് രാജു നന്ദിനിയുടെ കയ്യിലേക്ക് പൊള്ളിയ ഒരു ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടി കൊടുക്കുകയാണ്. നന്ദിനി ഇതൊന്ന് തേക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും സൂര്യ വരികയാണ്. എന്നിട്ട് സൂര്യ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്, എന്തു പറ്റി നന്ദിനി, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ രാജുവാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ രാജു പറയാണ്, അത് നന്ദിനിയുടെ കൈ പൊള്ളിയതാണ് സൂര്യ സാർ. അതെങ്ങനെ ചോദിക്കുന്നത്, എങ്ങനെയാണ് പൊള്ളിയത്? കിടക്കുന്ന ആ ചെറിയ ബോള് അവിടെ ഗ്യാസ് അടുപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദിനി അതെടുത്ത് മാറ്റിയതാണ്. പക്ഷേ ആ ചെറിയ ബോൾ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നന്ദിനിയുടെ കൈ പൊള്ളിയത്. അപ്പോൾ നന്ദിനിയോട് ചോദിക്കുകയാണ്, നന്ദിനി നീയാണോ ആ ചെറിയ ബൗൾ ചൂടാക്കിയത്? അല്ല സൂര്യ സാർ, പിന്നെ എന്തിനാണ് നീ അതെടുത്ത് മാറ്റിയത്? അപ്പോൾ നന്ദിനി ഇന്ദ്രജ മേഡത്തിന് ചായ വേണമെന്ന്
പറഞ്ഞപ്പോൾ ഞാൻ ആ അടുപ്പിലേക്ക് ചായ വെക്കാൻ വേണ്ടി പാത്രം വെക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ ആ ചെറിയ ബൗൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയതാണ്. പക്ഷേ അത് നല്ല ചൂടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സൂര്യക്ക് സംശയം വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രജ അങ്ങനെ പതറുകയാണ്. അപ്പോൾ നന്ദിനി വേദന സഹിക്കാൻ വയ്യാതെ എൻ്റെ കൈ എന്ന് പറഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെ കാണിക്കുന്ന സമയത്ത് ഇന്ദ്രജയും വേദയും പത്മയൊക്കെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ വേണം എന്നുള്ള ചിന്തയിൽ ഇനി ഒരിക്കലും അവളുടെ കൈ കൊണ്ട് അവൾക്ക് ഒപ്പിടാൻ കഴിയില്ല, കുറച്ച് മാസത്തേക്ക് അവൾക്ക് ആ കൈ അനക്കാൻ പോലും കഴിയില്ല എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അവർ 3 പേരും നിൽക്കുന്നത്. അപ്പോൾ വിജയൻ ഇന്ദ്രജയെ ഒന്ന് നോക്കുന്നുണ്ട്. ഇവർ 2 പേരും കൂടി എന്തോ ഒപ്പിച്ചതാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ കൈ പൊള്ളില്ല. ഞാനറിയാതെ ഇവർ 2 പേരും എന്തോ പ്ലാൻ ചെയ്തിട്ട് കൈ പൊള്ളിച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ കിച്ചണിലേക്ക് പോയില്ല, അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എൻ്റെ ഈ കൈ കൂടി കേട് വന്നേനെ. എന്തോ രക്ഷപ്പെട്ടു, ദൈവം എന്നെ രക്ഷപ്പെടുത്തി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വിജയൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട സൂര്യക്ക് നല്ല സംശയം വരികയാണ്. അപ്പോൾ രാജുവിനോട് ചോദിക്കാൻ, അല്ല രാജുവേട്ട, ഈ ചെറിയ ബൗൾ എന്തിനാണ് നിങ്ങൾ ചൂടാക്കാൻ വേണ്ടി വെച്ചത്? ഇതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ രാജു പറയണേ, ഇല്ല, ഈ ബൗൾ ചൂടാക്കാറില്ല, ചെറിയ ബൗൾ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ എങ്ങനെ രാജുവേട്ട അത് അവിടെ എത്തി? അറിയില്ല എന്ന് രാജു പറയുമ്പോൾ, അത് ശരി, അപ്പോൾ മനഃപൂർവ്വം ആരോ അത് അവിടെ കൊണ്ടുവച്ചതാണ്, അത് എന്നിട്ട് ചൂടാക്കിയതാണ്, എന്നിട്ട് നന്ദിനി കൈകൊണ്ട് എടുത്തു മാറ്റും എന്നുള്ള ചിന്തയോടുകൂടി ആരോ ഇത് പ്ലാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയണം, അത് ശരി, ഇതിപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് ഒരു ജലദോഷം പിടിച്ചാൽ പോലും ഈ വീട്ടിലുള്ളവരാണ് ചെയ്തത് എന്ന് പറഞ്ഞു വരുമല്ലോ. കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധയുണ്ടാവണം, അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊളി എന്നൊക്കെ ഇരിക്കും. അതെ, അതിനും വീട്ടിലുള്ളവരെ സംശയിക്കുകയല്ല വേണ്ടത്. യതീന്ദ്രൻ പറയണേ, പത്മ നീ എന്താ ഈ പറയുന്നത്? ഒരു കാലി പാത്രം പിന്നെ എന്തിനാണ് അടുപ്പിൽ വെച്ച് ചൂടാവുന്നത്? അത് ചൂടാക്കിയത് എന്തിനാണ്? പറയുന്നതിലും കാര്യമുണ്ട്. ഇവർ 2 പേരും ആ പാത്രം ചൂടാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് തനിയെ ആ ഗ്യാസിൽ പോയിട്ട് ഈ ബൗള് ചൂടാവില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നന്ദിനിക്ക് ഇത് വീട്ടിലുള്ളവർ ആരോ ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഉടനെ നന്ദിനി പെട്ടെന്ന് പറയണ, അവിടെ ഒരു പ്രശ്നം സൂര്യ സാർ ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് നന്ദിനി പറയണ, അത് പിന്നെ സാർ ഞാൻ മറന്നുപോയതാണ്, ഞാൻ തന്നെയാണ് ആ ബൗള് ചൂടാക്കിയത്, അത് ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ കയറി പിടിച്ചത്. കേട്ട ഉടനെ തന്നെ സൂര്യക്ക് കാര്യം മനസ്സിലാവണം. നന്ദിനി നുണ പറയുകയാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ നന്ദിനിയോട്, നീ എന്തിനാ നന്ദിനി ഇങ്ങനെ നുണ പറയുന്നത്? അല്ല, ഞാൻ സത്യം തന്നെയാണ് സാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്കിത് തുടക്കത്തിലേ പറയായിരുന്നില്ലേ? നീ എന്താ പറഞ്ഞത്? എനിക്കറിയില്ലായിരുന്നു ആ പാത്രം ചൂടുള്ളതാണെന്നുള്ള എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ തിരുത്തി പറയുന്നു. നീ എന്തിനാ നുണ പറയുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു നുണ കണ്ടുപിടിച്ചത്? ഇത്രയും നേരം ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ നീ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് നിനക്ക് എവിടെ നിന്നും നുണ കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദ പറയണ, അവൾ തന്നെയല്ലേ പറഞ്ഞത് അവളുടെ ഭാഗത്ത് പറ്റിയ തെറ്റാണെന്നുള്ളത്, അവൾ തന്നെയാണ് ആ ബൗൾ ചൂടാക്കിയത്, എന്നിട്ട് അത് അറിയാതെ കൈ കയറി പിടിച്ചതാണെന്ന്, എന്നിട്ടിപ്പോൾ എന്തിനാ മറ്റുള്ളവരെ സംശയിക്കുന്നത്? അത് കേട്ടപ്പോൾ സൂര്യ പറയാണ് വേദയോട്, കുട്ടി പിശാശേ, നിന്നെയൊക്കെ തന്നെയാണ് എനിക്ക് സംശയം, അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇവിടെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ നന്ദിനി ഇപ്പോൾ നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ സൂര്യ ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിച്ചിരിക്കും. സൂര്യ ആ പാത്രം എടുക്കുകയാണ്. എന്നിട്ട് യതീന്ദ്രനോട് പറയണേ, കണ്ടില്ലേ അച്ഛാ, ഇതെങ്ങനെയാണ് കിച്ചണിൽ വന്നത്? ഇത് പൂജാമുറിയിൽ വെക്കുന്ന പാത്രമല്ലേ, ഇതെങ്ങനെയാണ് അടുപ്പിൽ വന്നത്? യതീന്ദ്രൻ പറയണേ, നീ സൂര്യ ഇതിനൊക്കെ കൂടി സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ നന്ദിനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നോക്ക്, എന്നിട്ട് കൈ പൊള്ളിയതിന് വല്ല മരുന്നും ചെയ്യാൻ വേണ്ടി നോക്ക്, അല്ലാതെ ഇവിടെ കിടന്ന് സംസാരം ഉണ്ടാക്കണ്ട. അപ്പോൾ നന്ദിനിയെയും കൂട്ടി സൂര്യ പോകാൻ ഒരുങ്ങുമ്പോൾ നന്ദിനി പറയണ, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്കിപ്പോൾ രാജുവേട്ടൻ എൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടി തന്നിട്ടുണ്ട്, അത് മതി, ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. നന്ദിനി നീ വെറുതെ വാശി പിടിക്കേണ്ട, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട സൂര്യ സാർ, എനിക്ക് രാജുവേട്ടൻ മരുന്ന് പുരട്ടി തന്നിട്ടുണ്ട്, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറും. നന്ദിനിയെ നിർബന്ധിക്കുമ്പോൾ സൂര്യ നിർബന്ധിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയണേ. അങ്ങനെ രാജുവിനോടൊപ്പം കിച്ചണിലേക്ക് പോവാണ് നന്ദിനി. എന്നിട്ട് വേദയും ഇന്ദ്രജയും പത്മയും ഒക്കെ അവിടെ നിന്ന് പോവട്ടെ, വിജയനെയും കൂട്ടി നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വേദയും ഇന്ദ്രജയും റൂമിൽ ചെന്ന ശേഷം അവർ 2 പേരും സന്തോഷത്തോടു കൂടി, നമ്മുടെ ഈ പ്ലാൻ എന്തായാലും സക്സസ് ആയി, ഇനി അവൾ കുറച്ച് ദിവസത്തേക്ക് ഒരിക്കലും അവൾക്ക് ഒപ്പിടാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സൂര്യയ്ക്കും കയ്യിന് കേടല്ലേ, അതുകൊണ്ട് സൂര്യയുടെ കയ്യൊപ്പ് ഇനി നന്ദിനിക്കും ഒപ്പിടാൻ കഴിയില്ല, സൂര്യയ്ക്കും ഒപ്പിടാൻ കഴിയില്ല, അതുകൊണ്ട് അതിനുള്ള സൈനിങ് അതോറിറ്റി ഇനി മറ്റാർക്കെങ്കിലുമാണ് കൊടുക്കാൻ പോവുക. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ പ്ലാൻ എന്തായാലും സക്സസ്
പാസ്സായി, ഇത് വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയും വേദയും കൂടി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് വിജയൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇന്ദ്രജയും വേദയും കൂടിയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം വിജയന് മനസ്സിലാവാണ്. അപ്പോൾ വിജയൻ പറയണ അത് ശരി, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൂട്ടാതെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ ഇത് ഉണ്ടാക്കിയത്? അതെ, നിങ്ങളെ ഇനി മുതൽ കൂട്ടാൻ കൊള്ളില്ല. കാരണം നിങ്ങളെ എന്തെങ്കിലും അറിയിച്ചാലേ നിങ്ങൾ അതിൽ പോയി തലയിടും. അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ 2 തവണയും നിങ്ങൾക്ക് തന്നെയല്ലേ നന്ദിനിക്ക് വെച്ച് കെണിയിൽ പോയി ചാടിയത്. 3ാമത്തെ തവണയും നിങ്ങളോട് അത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കിച്ചണിൽ ചെല്ലും, എന്നിട്ട് അതും നിങ്ങൾക്ക് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നത് എന്നൊക്കെ ഇന്ദ്രജ പറയണം. അപ്പോൾ വിജയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അത് ശരി, അപ്പോൾ എല്ലാത്തിനും കൂടി ഞാനിപ്പോൾ നിന്നിട്ട് ഇപ്പോൾ എന്നെ നിങ്ങൾ രണ്ടുപേരും പുറത്താക്കുകയാണല്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നോക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നെ തന്നെ വേണ്ടി വരും, അതുവരെ ഞാനും കാത്തിരിക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് വിജയൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ നന്ദിനിയുടെ കൈ പൊള്ളിച്ച സന്തോഷത്തിലാണ് ഇന്ദ്രജയും വേദയും. അങ്ങനെ സൂര്യയ്ക്കാണെങ്കിലോ നല്ല സംശയം വരികയാണ്, ഇതിൽ ആരാണ് കളിച്ചിട്ടുള്ളത്, എന്താണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ 2 തവണയും ആ അളിയന് കിട്ടിയത് അതും ഒക്കെ നന്ദിനിയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ദൈവം നന്ദിനിയെ ആ സമയത്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയതാണ്. പക്ഷേ ഇത്തവണ എന്താ സംഭവിച്ചത്, അത് ആരാണ് ചെയ്തതെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കുമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സൂര്യ ഒരു സംശയത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെയാണ് രാജു അവിടേക്ക് വരുന്നത്. അപ്പോൾ രാജുവിൻ്റെ മനസ്സിലുള്ള സംശയം സൂര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണത്, സൂര്യ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് രാജു എല്ലാ സംശയങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. സൂര്യയുടെ മനസ്സിലുള്ള അതേ സംശയം തന്നെയാണ് രാജുവും സൂര്യയോട് പറഞ്ഞു കൊടുക്കുന്നത്. നന്ദിനിയെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ 2 തവണയും ഓരോന്നും ചെയ്തിട്ടുള്ളത്. പക്ഷേ നന്ദിനി ആ സമയത്തൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. നന്ദിനിയുടെ കൈ ഉദ്ദേശിച്ചിട്ടാണ് അന്ന് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതും. അത്രയും ദിവസത്തോളമായി ഇന്ദ്രാജ മാഡം അങ്ങനെ ഒരു ചട്നി ഇതുവരെയും കഴിച്ചിട്ടില്ല, അത് ഇഷ്ടവുമല്ല. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് ചട്നി വേണമെന്ന് പറഞ്ഞതും, അതും ചുവന്ന ചട്നി വേണമെന്നൊക്കെ പറഞ്ഞത്, അതിലെന്തോ സംശയമുണ്ട് എനിക്ക്. കാരണം നന്ദിനി മിക്സിയുടെ ഉള്ളിൽ നിന്നും തേങ്ങ എടുക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവാനും അത് ആ അമ്മിയിൽ ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രജ മേഡം പറയുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനി മിക്സിക്കകത്ത് നിന്നും അതെല്ലാം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയും പിന്നെ കറണ്ട് വന്ന ഉടനെ തന്നെ നന്ദിനിയുടെ കൈ അതിൽ പെടും എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ആ സമയത്ത് എന്തോ വിജയൻ അവിടേക്ക് വന്നതുകൊണ്ടാണ് നന്ദിനി ആ സമയത്ത് രക്ഷപ്പെട്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നന്ദിനിയുടെ കൈയാണ് അന്ന് മിക്സിക്കകത്ത് പെടേണ്ടിയിരുന്നത്. അതുപോലെ ആ കവണ ഉപയോഗിച്ചിട്ടുള്ളത് അതും നന്ദിനിയെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. നന്ദിനി അവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ ആ സമയത്ത് അവിടെ എന്തിനാണ് വിജയൻ അവിടേക്ക് വന്നത്? പിന്നെ വിജയൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആദ്യം ഓടി വരുന്നതും ഇന്ദ്രജയാണ്. അപ്പോൾ ഇന്ദ്രജ എങ്ങനെ അറിഞ്ഞു വിജയൻ അവിടെ പരിക്ക് പറ്റി എന്നുള്ളത്? അപ്പോൾ ഇതൊക്കെ നന്ദിനിയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് സാർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ സൂര്യയിലും കൂടുതൽ സംശയം വരികയാണ്. അങ്ങനെ സൂര്യ പറയാണ്, എന്തായാലും രാജുവേട്ടൻ്റെ സംശയം എനിക്കുമുണ്ട്, പക്ഷേ ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. രാജുവേട്ടൻ എന്തായാലും നന്ദിനിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് രാജുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ സൂര്യ ഇതെങ്ങനെ തെളിയിക്കും എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിജയൻ അവിടേക്ക് വരുന്നത് കാണുന്നത്. അങ്ങനെ വിജയൻ്റെ അടുത്തേക്ക് സൂര്യ അഭിനയിച്ചുകൊണ്ട് ചെല്ലാണ്. എന്നിട്ട് എന്താണ് അളിയ ഇങ്ങനെ നടക്കുന്നത്? അളിയനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീറ്റിങ്ങും കാര്യത്തിനൊന്നും കമ്പനിയിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും, എവിടേക്ക് പോകാനാണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ അളിയ ഇങ്ങനെ പറയുന്നത്? എനിക്ക് ഈ ഒരു സമയത്ത് ഒരു കണ്ണേ ഉള്ളൂ, 2 കണ്ണുള്ള സമയത്ത് പോലും എന്നെ ആരും മീറ്റിങ്ങിന് വിളിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഒരു കണ്ണുമില്ല ഒരു കയ്യുമില്ല. ഈ സമയത്ത് ഇപ്പോൾ എന്നെ ആര് മീറ്റിങ്ങിന് വിളിക്കാനാണ്? പിന്നെ ഞാൻ എവിടേക്ക് പോകാനാണ്? എങ്കിൽ ഈ വീട്ടിലിരുന്നു കൊണ്ട് അളിയന് നല്ല ബോറടി വരുന്നില്ലേ? പിന്നെ ബോറടി മാത്രമോ, നിൻ്റെ ചേച്ചി എന്നെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും സമ്മതിക്കുന്നില്ല. അവൾക്കാണെങ്കിലോ ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് എന്നോടിപ്പോൾ കൂടുതൽ ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. എങ്കിൽ അളിയനൊരു ചേഞ്ച് വേണ്ടേ? നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്തിന്? ഞാനൊന്നുമില്ല അളിയ. അല്ല, നമുക്കൊന്ന് കൂടാം, ഇവിടെ ആരും അറിയാതിരിക്കാനാണ് നമുക്ക് പുറത്തു പോവാം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടതോടുകൂടി വിജയൻ അതിനെന്താ അളിയ, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞ് സൂര്യയോടൊപ്പം വിജയൻ
പോവുകയാണ് പുറത്തേക്ക്. എന്നിട്ട് സൂര്യയും വിജയനും കൂടി കള്ള് കുടിക്കുകയാണ് കേട്ടോ. ആ കള്ള് അകത്തേക്ക് ചെന്നതോടുകൂടി വിജയൻ എല്ലാ സത്യവും അറിഞ്ഞത് മുഴുവനും സൂര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സത്യവും അറിഞ്ഞ സൂര്യ ഇനി എല്ലാവർക്കും മുന്നിൽ ഇന്ദ്രജയെയും വേദയെയും പൊരിച്ചെടുക്കുന്ന എപ്പിസോഡൊക്കെ അടിപൊളി എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.